അല്ല, ഇതിനകത്ത് വളരെ പെട്ടെന്ന് പറയാം. ഇതിനകത്ത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇ ഡി വന്നത്? ഇ ഡി വന്നത് ഇവിടെ ഈ പിണറായി വിജയന്റെ പോലീസ് ഇട്ട എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ കരുവന്നൂരിൽ വേറെ ഏജൻസിക്ക് വരാൻ കഴിയില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇട്ടത് CPM ഗവൺമെന്റ് അല്ല, BJP ഗവൺമെന്റുകളാണ് എഫ്ഐആർ ഇട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ഉള്ള കേസ് തള്ളിപ്പോയത് എഫ്ഐആർ ഇടാതെ കൊണ്ട് പിന്നെ ഇ ഡി കേസ് കൊടുത്തുകൊണ്ടാണ്. ഇതിന്റെ ബാലപാഠം അറിയാതെ അബ്ദുൽ ഖാദറിനെ പോലെ ഒരു ജില്ലാ സെക്രട്ടറി വന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അതൊന്ന്. പിന്നെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്ഥലത്തും ഈ വീടിന്റെ നിർമ്മാണം മുടക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ടില്ല. പൊതു താല്പര്യ ഹർജി എൻ്റെ പൊതു താല്പര്യ ഹർജി 2021 കൊടുത്തത് വീട് പണിയാൻ വേണ്ടിയുള്ള ഹർജിയാണ് നിൽക്കുന്നത്. അതിൽ ഗവൺമെന്റ് അനുകൂലമായി വരാത്തതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായും ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിന് മൊഴി കൊടുക്കും. ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിത് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന ഈ ജാഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ മന്ത്രിയുടെ ആളുകൾ ഇദ്ദേഹത്തെ സംസാരിക്കാൻ കൂടി ചെന്നതുമായി ബന്ധപ്പെട്ട അവരുടെ രണ്ടാളുടെയും പിന്നെ ടെലിഫോണുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുകൾ, സംസാരിച്ചതുമായി ബന്ധപ്പെട്ട നമ്പറുകൾ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത് ലാൽ അദ്ദേഹത്തിൻ്റെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം കൃത്യമായി രേഖപ്രകാരം ഞാൻ ഇതെല്ലാം കൃത്യമായി വിജിലൻസ് കോടതിയിൽ എൻ്റെ പെറ്റീഷനായി ഞാൻ സ്പെഷ്യൽ ഹർജിയായി ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. ഞാൻ എന്താ പൊട്ടനാണോ? പിണറായി വിജിലൻസിന് മുന്നിൽ കൊണ്ടുപോയി ഇവിടെ ലൈഫ് മിഷൻ കേസുമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെ CPM സ്വാഗതം ചെയ്യാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പിണറായി വിജയന്റെ പോലീസിന്റെ കയ്യിൽ ഞാൻ അത് കൊണ്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഈ കേസിന്റെ FIR വരുമ്പോൾ ആ FIR ഇവർ ഇടാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ സ്പെഷ്യൽ പെറ്റീഷനായി ഞാൻ എൻ്റെ പെറ്റീഷൻ കൊടുക്കും. ആ പെറ്റീഷൻ എടുത്ത് തെളിവുകൾ ഹാജരാക്കും. ലൈഫ് മിഷൻ കേസിൽ ഇവർ വിജിലൻസ് കേസ് എടുത്തില്ലേ? ആ കേസ് എന്തായി? ആ കേസ് ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ. അതിൻ്റെ പല DYSPമാരും വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി പേടിച്ച് വീട്ടിലിരിക്കുകയാണ്. പല ആൾക്കും അസുഖം വന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഞാൻ അരുൺകുമാർ ഞാൻ വളരെ കൃത്യമായി രാവിലെ പറഞ്ഞല്ലോ, അനിൽ അക്കരെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് വെള്ളത്തിൽ ആണിയടിക്കാനല്ല. ഞാൻ കൊടുത്ത പെറ്റീഷന്റെ ഭാഗമായി പല ആളുകളും ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ കൊടുത്തിരിക്കുന്ന പരാതി നിങ്ങളുടെ തന്നെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എതിരെയാണ്. അയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഞങ്ങൾ ലീഗുമായി സംസാരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തിയില്ല. അയാൾ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അയാൾ CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവിന് വോട്ട് ചെയ്ത ആളാണ്. പിന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാവുന്നത് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. ലീഗുമായി വളരെ കൃത്യമായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരങ്ങൾ UDFന്റെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാജിവെക്കണം. Debate with Dr. Arun Kumar.